ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്തരമാറ്റിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവ്യാനെ കാണിക്കണം. അപ്പൊ ദേവ്യാനെ ടേബിളെല്ലാം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജയൻ വരുന്നത്. അപ്പൊ ജയൻ വന്നിട്ട് പറയണം, ഏതായാലും നമുക്ക് തന്നെ വിജയങ്ങൾ കിട്ടിയാൽ അതിലൊരു സന്തോഷമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അച്ഛൻ്റെ മനസ്സ് മാറുന്നില്ല എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അച്ഛൻ എന്തുകൊണ്ട് ആദർശിനെയും നയന മുളയും വിളിക്കുന്നില്ല? ആ ഒരു സങ്കടം മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ പറയണം. അതേ ചെയ്യട്ടാ, അതുമാത്രമാണ് എൻ്റെ മനസ്സിലെ സങ്കടം. ഞാൻ അച്ഛനോട് പറഞ്ഞു നോക്കി, പക്ഷേ അച്ഛൻ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഇപ്പോഴും അച്ഛൻ്റെ വാശി അങ്ങോട്ട് മാറുന്നില്ല. ഇപ്പോൾ ആദർശ് ഇപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ യഥാർത്ഥ കള്ളനെ പിടിക്കുകയും ചെയ്തു ആദർശ്. എന്നിട്ട് പോലും അച്ഛൻ്റെ മനസ്സ് എന്തുകൊണ്ട് മാറാത്തത്? എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് ജയേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേ നമ്മുടെ അനി വരികയാണ്. അപ്പോൾ അനി വന്നിട്ട് പറയാണ്, ഇത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് ആദർശേട്ടനും നയനേട്ടത്തെയും വരുന്നില്ല ഇങ്ങോട്ട്? എന്തുകൊണ്ട് മുത്തശ്ശൻ വിളിക്കുന്നില്ല? അതല്ല ഇപ്പം എല്ലാവർക്കും അറിയേണ്ടത്. ഇത് തന്നെയാണ് എനിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, മോനെ, ഞങ്ങൾക്ക് ചോദിക്കുന്നതിലൊരു പരിധിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ അച്ഛനോട് ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അച്ഛൻ എന്ത് വിചാരിക്കും? ഇവിടെ അച്ഛനെ അനുസരിച്ചേ എല്ലാവരും ജീവിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിനക്ക് അച്ഛനോട് സംസാരിക്കാം. നീ മുത്തശ്ശനോട് പറ, ആദർശിനെയും നയനേട്ടത്തെയും കൊണ്ടുവരുമെന്ന്. ഞാനല്ലെങ്കിലും മുത്തശ്ശനോട് പറയും. കാരണം എനിക്ക് മടുത്തു. എനിക്ക് ഈ MD സ്ഥാനത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞാൽ മതി. എന്നിട്ട് ആദർശേട്ടൻ ഇരിക്കട്ടെ MD സ്ഥാനത്ത്. അതാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് ആരോട് പറയാനായിട്ട്? പക്ഷേ MD സ്ഥാനമൊന്നും ആദർശിന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നീ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നീ വന്നതിന് ശേഷമാണല്ലോ കമ്പനി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിലും ആരാണ്? ഞാനേടത്തിയല്ലേ വലിയച്ഛ? അതെന്താണ് ആ കാര്യം എന്താ ആലോചിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറയാണ്. ഏതായാലും ഞാൻ മുത്തശ്ശനോട് പോയി സംസാരിക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവേനയാണെങ്കിൽ എന്തായാലും ചെയ്യട്ടെ, കഷ്ടമാണ്. കാരണം ഞാനിവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗർഭിണിയായ എൻ്റെ മരുമകൾക്ക് മാത്രം എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട്. അവൾക്ക് 7-ാം മാസം ആകുമ്പോഴത്തേക്കും പിന്നീട് അവൾ വീട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ അതിന് ശേഷം പ്രസവത്തിന് ശേഷമല്ല ഇങ്ങോട്ട് വിടുകയുള്ളൂ. അതിന് ശേഷമല്ല എനിക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ചെയ്യട്ടാ. എനിക്ക് എൻ്റെ മരുമോളെ സ്നേഹിക്കാനോ അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കാനോ എനിക്ക് പറ്റുന്നില്ലെന്ന് ആലോചിക്കുമ്പോഴേക്ക് സങ്കടമുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ദേവ്യാനിയും പോവുകയാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജയനും വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. അപ്പോൾ മുത്തശ്ശിയും കൂടി ഇരുന്ന് ഭയങ്കര അട്ടഹസിച്ചിരിക്കുകയാണ്. കാരണം തങ്ങളെല്ലാവരെയും പറ്റിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിങ്ങനെ ചിരിക്കുന്നത്. ആ സമയത്താണ് അനി വരുന്നത്. അപ്പോൾ അനിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും, മുത്തശ്ശ, ഇത് വല്ലാത്ത കഷ്ടമുണ്ട് മുത്തശ്ശ. എന്താണ് നിനക്ക് ഇത്ര കഷ്ടം? അല്ല, ആദർശേട്ടനെ എന്താ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കാത്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതിന് സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വല്ലാത്തൊരു പിടിവാശി തന്നെയാണ്. ആദർശേട്ടൻ്റെ നിരപരാധിത്വങ്ങളെല്ലാം തെളിയിച്ചു. എന്നിട്ടും മുത്തശ്ശൻ്റെ വാശി മുത്തശ്ശനെ ഇതുവരെയും വിട്ടിട്ടില്ല. അത് കഷ്ടം തന്നെയാണ് മുത്തശ്ശ. എനിക്കങ്ങനെ കഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ദേ മുത്തശ്ശ, ഈ MD സ്ഥാനത്ത് നിന്ന് എനിക്ക് പുറത്തു പോകണം. ആദർശേട്ടനാണ് അവിടെ ഇരിക്കേണ്ടത്. MD സ്ഥാനത്തിന് നിനക്ക് എന്താ കുഴപ്പം? നീ അതെല്ലാം വിട്ടിട്ട് ചുറ്റിക്കറങ്ങി നടക്കാനായിരിക്കും അല്ലേ മുത്തശ്ശ? എനിക്കതിന് കഴിയുമോ മുത്തശ്ശ? ഞാൻ MD സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോയാലും ആദർശേട്ടൻ എന്നെ വിടില്ല. ആദർശേട്ടൻ്റെ കൂടെ തന്നെ എന്നെ നിർത്തും. അതുകൊണ്ട് എനിക്കങ്ങനെ പറ്റത്തുമില്ലല്ലോ. പിന്നെ എന്താ നിനക്ക് പ്രശ്നം? എങ്ങനെയെങ്കിലും ആദർശേട്ടനെ വിളിക്കണം. മുത്തശ്ശ, നിങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലെന്നൊക്കെ എനിക്കറിയാവേ. സത്യാവസ്ഥ എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. മുത്തശ്ശന് ആദർശേട്ടനോടും നയനേട്ടത്തിയോടും ഒരു ദേഷ്യവും പിണക്കവും ഇല്ലെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് മുത്തശ്ശ. എന്നിട്ടും എൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ നിൻ്റെ പാട് നോക്കി പോയിക്കണ്ടേ. അവന് ഉത്തരവാദിത്തങ്ങളെല്ലാം അടിച്ചെറുപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ നിന്നെ ഇപ്പോൾ ഉത്തരവാദിത്തത്തിൽ ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നവുമില്ല. അതെ, നീ കമ്പനി വന്നതിന് ശേഷം കമ്പനിക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നീ തന്നെ അങ്ങോട്ട് MD സ്ഥാനത്തിരുന്നാൽ മതി. അതാണ് എൻ്റെ തീരുമാനം കേട്ടോ. ഇവിടെ എന്ത് വേണം ഏത് വേണമെന്ന് പിന്നീട് ഞാൻ പറയാം. മനസ്സിലായല്ലോ? നീ എന്നെ തർക്കിക്കാൻ വരുവാണോ? നീ ഇപ്പോൾ ഞാൻ പറഞ്ഞ അനുസരിക്കില്ലെന്നായോ ഈ കൊച്ചുമോന്? മുത്തശ്ശ, അങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശ. ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ടല്ല ഞാൻ സംസാരിച്ചുള്ളൂ. ആദർശേട്ടനെയും നയനേട്ടത്തെയും ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഇത്രയും വലിയ തെറ്റാണോ? നീ പറഞ്ഞ തെറ്റൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞത്.
വേണ്ട വിധത്തിൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തോളാന്ന്. അതിൽ കയറി നീ ഇടപെടാൻ നിൽക്കണ്ട നീ പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി മുത്തശ്ശനോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് പോവാണ്. അപ്പം അനി പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി വീണ്ടും ചിരിക്കണം. പാപം, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. എല്ലാവരും തെറ്റിദ്ധരിക്കട്ടെന്നേ. ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവമായിട്ട് തന്നെയായിരിക്കും ആദർശും നയനയും ഈ വീട്ടിലേക്ക് കയറി വരാനായിട്ട് പോകുന്നത്, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നാഗേന്ദ്രൻ 2 മക്കളോട് സംസാരിക്കുകയാണ്. ഇവള് എന്നിട്ട് കൂടുതൽ അടുപ്പമുള്ള കാര്യമൊന്നും അവിടെ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ അനിയുടെയും ഇവളുടെയും എൻഗേജ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ. അനിയാണല്ലോ ഇപ്പോഴത്തെ MD. പക്ഷേ ആദർശ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിനെ അവിടുത്തെ അനന്തമൂർത്തി MD ആക്കുമോ എന്നൊരു സംശയം ഉണ്ടല്ലോ മക്കളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന് സാധ്യത കുറവാണച്ചാ എന്ന് അഭി പറയുകയാണ്. നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇപ്പോൾ അനി കാരണം ആ കമ്പനിക്ക് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. ഉയർച്ചകൾ മാത്രമേ ആ കമ്പനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇളയച്ചനും വലിയച്ഛനും സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും. ആദർശേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ഒതുങ്ങിപ്പോയില്ലേ. അതേപോലെ തന്നെ അനി ഇപ്പം MD ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് തിരിച്ചു വരുമ്പോഴത്തേക്കും ആദർശിനെ അവിടെ ഒരു സഹായമായിട്ട് മാറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അനിയെ ഒരിക്കലും MD സ്ഥാനത്ത് നിന്ന് തിരിച്ച് കളയിക്കില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മോനെ നീ പറഞ്ഞത് സത്യം തന്നെയാണ്. നീ പറഞ്ഞതിലും പോയിൻ്റൊക്കെ ഉണ്ട്. ആ മൂർത്തിക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബിസിനസ്സിൽ ആരാണ് മുൻപിട്ടെത്തുന്നത് അവരെ മാത്രമേ എല്ലാ സ്ഥാനവും മാനങ്ങളും കൊടുത്തിട്ട് അവിടെ താമസിപ്പിക്കുകയുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നൊക്കെ പറയാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു മോളെ. കാരണം നിനക്ക് അനിയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം. സ്വത്തുക്കൾ മുഴുവനും നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൽ യാതൊരു ഇതുമില്ല എന്നൊക്കെ പറയുകയാണ്. പക്ഷേ അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ അമ്മയും അച്ഛനും തമ്മിൽ എന്താണ് പ്രശ്നം? അമ്മയോട് ഇപ്പോഴും അച്ഛൻ്റെ ദേഷ്യമാണെന്ന് ചോദിച്ചപ്പോഴേക്ക് തീർച്ചയായിട്ടും എനിക്ക് അവളെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അത്രയ്ക്കും വലിയ ദ്രോഹമാണ് അവൾ എന്നോട് ചെയ്തത്. ആ ഒരു കഥ മാത്രം അച്ഛൻ ഇതുവരെയും പറഞ്ഞില്ല. അതെന്താ വെച്ചാൽ പറയാതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പറയാനുള്ള സമയമായിട്ടില്ല. പറയും ഞാനൊരിക്കൽ. അവൾ എന്നോട് ചെയ്ത ചതി, ആ കുടുംബത്തിൽ നിന്ന് എന്നെ ആട്ടി ഇറക്കേണ്ട കാരണക്കാരി അവൾ തന്നെയാണ്. അതിനുള്ള കാരണമൊക്കെ എനിക്കറിയാം നന്നായിട്ട്. അവൾ തന്നെയാ എല്ലാത്തിനും കാരണം. ജലജ എന്നുള്ള പേര് കേൾക്കുന്നത് പോലും എനിക്ക് അരിശമാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇതെന്താണ് അച്ഛന് അമ്മയോട് ഇത്ര അരിശം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അതെ, അത് തന്നെയാണ്. അവളെനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ എന്നൊക്കെ പറയുക. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അവന്തികയുടെ ഫോണിലേക്ക് ജലജ വിളിക്കുക. അയ്യോ, അമ്മയാണല്ലോ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അച്ഛാ, ഞാൻ ഫോൺ എടുക്കട്ടെ? വേണ്ട, അവളുടെ ഫോൺ എടുക്കണ്ട. എൻ്റെ മുന്നിൽ നിന്ന് അവളോട് സംസാരിക്കണ്ട. എനിക്ക് അവളുടെ ഒരു തരി സംസാരം പോലും കേൾക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എപ്പോഴേക്കും അഭിയാണെങ്കിൽ വേണ്ട ഫോൺ എടുക്കണ്ട. അപ്പോൾ അവിടെ ഫോൺ എടുക്കാതിരിക്കുകയാണ് അവന്തിക. എന്താ അച്ഛൻ എന്താ പ്രശ്നം? എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പ്രശ്നമൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, അമ്മ എന്നോട് പറഞ്ഞായിരുന്നേ ഇന്ന് വരുമെന്ന്. അതുകൊണ്ടായിരിക്കും അമ്മ വിളിച്ചിട്ടുണ്ടാവുക. അവൾ വരാതിരിക്കേ. അവളെക്കുറിച്ച് ഒന്നും എനിക്ക് അറിയണ്ട. അവൾ എവിടെയെങ്കിലും പോയി ചാകെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയണ്ട എന്ന് പറയാം. അങ്ങനെ ഈ നാഗേന്ദ്രൻ ഭയങ്കര വൈരാഗ്യത്തോടു കൂടി തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. കാരണം അപ്പോൾ ജലജയുടെയും ഈ നാഗേന്ദ്രൻ്റെയും ജീവിതത്തിൽ വലിയെന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും ബാക്കി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ആദർശിനെയും നയനെയും ആ വീട്ടിലേക്ക് എത്തിക്കണം, എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ നവ്യ വരികയാണ്. അപ്പോൾ നവ്യ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താടി നിന്റെ അഹങ്കാരമൊന്നും തീർന്നില്ലേ? നീ ജോലി ചെയ്യുന്ന കമ്പനി പൊട്ടിപ്പാളീസായി. ആര് പറഞ്ഞു പൊട്ടിപ്പാളീസായിന്ന്? ഇനിയും ഞങ്ങൾക്ക് ഉയരങ്ങളൊക്കെ ഉണ്ടാകും. അതിന് യാതൊരു കോട്ടവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അതിൻ്റെ MD ആരാണെന്നൊക്കെ നിനക്ക് അറിയാമായിരുന്നല്ലോ അല്ലേ? നാഗേന്ദ്രൻ, അതായത് അഭിയുടെ അച്ഛൻ. ഞങ്ങൾക്കൊരു നാഗേന്ദ്രനെ അറിയില്ല, ഒന്നിനും അറിയില്ല. എനിക്കും അഭിക്കും ഇയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇയാളെ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങളവിടെ വിളിച്ചത് ആ ഡേവിഡ് സാറാണ്. അതിനനുസരിച്ച് ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് നല്ല ശമ്പളവും തന്നു. ഞങ്ങൾ അവിടെ ജീവിക്കുകയും ചെയ്തു. അല്ലാതെ ഈ നാഗേന്ദ്രൻ ആരാണ്, ആരുടെ ഭർത്താവാണ്, ആരുടെ അച്ഛനാണ് എന്നൊന്നും ഞങ്ങൾ തിരക്കാനായിട്ട് ഇതുവരെയും പോയിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ
നവ്യ ഇങ്ങനെ പറയാ. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ ജലജ വരുന്നത്. ജലജ അപ്പോൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് വന്നിരിക്കുന്നത്. ആഹാ, നിന്റെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നോ? എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ടൂറൊക്കെ? ടൂറൊക്കെ അടിപൊളിയായിരുന്നു. ആ, ടൂറൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടെ നടക്കുന്ന വല്ല സംഭവങ്ങൾ വല്ല അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്? നമ്മളുടെ കമ്പനി തന്നെയല്ലേ വിജയിച്ചത്? ജ്വല്ലറി പൊട്ടി പാളീസായില്ലേ? അത് തന്നെയല്ലേ വേണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും പക്ഷേ ജലജേ, ഈ ജ്വല്ലറി ആരുടെയായിരുന്നു അറിയാവോ? അത് ആരുടെയാണെന്ന് എനിക്കങ്ങനെ അറിയാം. ഞാനെന്തിനാ അതിനെക്കുറിച്ച് ഇറക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആരായാലും നമ്മുടെ കമ്പനിയെ തോൽപ്പിക്കാനായിട്ട് അവർക്കൊന്നും കഴിഞ്ഞില്ലല്ലോ എന്ന് ജലജ പറയാണ്. എങ്കിൽ കേട്ടോ, നിന്റെ ഭർത്താവില്ലേ നാഗേന്ദ്രനാണ് അതിൻ്റെ MD. അതായത് ജ്വല്ലറിയുടെ MD നാഗേന്ദ്രനാണെന്ന്. ഇത് കേട്ട് ജലജാക്ക് ഞെട്ടിയൊന്ന് വിറച്ച് നിൽക്കുകയാണ്. ഇതെന്തൊക്കെയാ പറയുന്നതെന്ന് ആലോചിക്കുകയാണ്. അതെ, നിനക്കെന്താ ഇപ്പോഴും വിശ്വാസമായില്ലേ? 10-23 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് നിന്റെ ഭർത്താവിനെ ആട്ടി ഇറക്കിയതാ. അവനെ വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് ജ്വല്ലറിയുടെ MD ആണെന്ന് അറിയിക്കാതെ ഞങ്ങളെ എല്ലാവരെയും വട്ടം കളിപ്പിക്കുകയായിരുന്നു. അവനെ കൈയോടെ പിടികൂടി. അവനിട്ട് വേണ്ടത് കൊടുക്കുകയും ചെയ്തു ഇവിടുത്തെ അച്ഛൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജക്കാകെ അരിശ്യം വരികയാണ്. അപ്പോൾ അവന്തിക ഇതെല്ലാം കേട്ട് ഞങ്ങൾക്ക് പേടിച്ച് നിൽക്കുക. അപ്പോൾ അവന്തിക ഇങ്ങനെ അമ്മയെ തന്നെ നോക്കണം. ദൈവമേ, അമ്മയുടെ മുഖഭാവമൊക്കെ മാറിയിട്ടുണ്ടല്ലോ, എന്തായിരിക്കും അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും നയനയാണ്. അപ്പോൾ അവരാണെങ്കിൽ അനന്തപുരിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ഞെട്ടലായിരിക്കും അല്ലേ നയനെ? തീർച്ചയായിട്ടും ഭയങ്കര ഞെട്ടൽ തന്നെയായിരിക്കും. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മുത്തശ്ശൻ പറയുകയില്ലല്ലോ, ആരും അറിയാതെ അവിടെ വരണമെന്നാണല്ലോ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും എന്ന് പറയാണ്. അതിനുവേണ്ടി തന്നെയാണല്ലോ നമ്മൾ മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് നയനെ എന്ന് പറയാം. അപ്പോൾ അതായത് നമ്മുടെ എലിസബത്തും ദാമോട്ടനും കൂടി വരികയാണ്. അപ്പോൾ ഇവർ ഭയങ്കര സങ്കടം. എന്തേ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഞാൻ വിചാരിച്ചതേ മോളുടെ പ്രസവം വരെ എനിക്ക് മോളെ നോക്കാൻ പറ്റുമെന്നാ. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അതിനെന്തിനാണ് ആൻറ്റി സങ്കടപ്പെടുന്നത്? ആൻറ്റിക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വന്ന് കാണാലോ. പിന്നെ എൻ്റെ പ്രസവം അടുക്കുന്നത് വരെ, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടും ആൻറ്റിയുടെ സഹായമൊക്കെ എനിക്ക് വേണം, മനസ്സിലായോ? ആൻറ്റിയെ കാണുകയും ആൻറ്റിയോട് സംസാരിക്കുകയും ആൻറ്റി ഒരുപാട് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി തരികയൊക്കെ ചെയ്യണം. ആൻറ്റിയെ ഞങ്ങൾ വിട്ടുകളയോ? പിന്നെ ദാമോടൻ്റെ കാര്യം പറയണ്ടല്ലോ, ദാമോടൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ദാമോടൻ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കാണുകയും ചെയ്യാമല്ലോ. നിങ്ങളൊന്നും സങ്കടപ്പെടേണ്ടെന്നേ. ഞങ്ങൾ ഏതായാലും വീട്ടിലേക്ക് പോകേണ്ട ആ ഒരു ത്രില്ല് നിൽക്കുക. ഒരുപാട് നാളായില്ലേ അവരോട് പിണങ്ങി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളങ്ങോട്ട് കയറി ചെല്ലട്ടെ. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് മുത്തശ്ശൻ അവിടെ തയ്യാറെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് തന്നെ കയറി ചെല്ലുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ടിരിക്കും മക്കളെ എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈ ജലജ അഭിയോട് സംസാരിക്കുക. അപ്പം അഭിയോട് സംസാരിച്ചിട്ട് സത്യം പറയടാ, നിൻ്റെ അച്ഛനാണ് ഈ ജ്വല്ലറിയുടെ MD എന്ന് നിനക്ക് അറിയില്ലായിരുന്നു? ഇല്ലമ്മേ, എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പം നീ അയാളെ കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് വിശ്വാസം? ഇല്ല, ഞാൻ അയാളെ കണ്ടിട്ടുമില്ല. അയാളെ എനിക്ക് അറിയാനേ പാടില്ല. അവിടെ അഭയ അവിടെ കള്ളം പറയാം, അല്ലെങ്കിൽ അമ്മയുടെ നിന്ന് നല്ല കൊട്ട് കിട്ടുമെന്ന് അഭയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. എങ്കിൽ നീ കേട്ടോ, എത്രയും പെട്ടെന്ന് നിന്റെ ഭാര്യയോട് അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ചോളാൻ പറഞ്ഞോളാം. നിനക്ക് അവിടെ ഒരു മാനേജർ ആവണ്ട, ഒന്നും ആവണ്ട. അയാളെ പരമദുഷ്ടനാ. അയാൾ മനഃപൂർവ്വമാ നിന്നെ അവിടെ ഈ മാനേജറായിട്ട് പിടിച്ചു നിർത്തിയത്. കാരണം എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ മക്കളെ തട്ടിയെടുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അയാൾ ചെയ്യുന്നുണ്ട്. അയാളായിട്ട് ഇനി ഒരു ഇതും വേണ്ട, എല്ലാ ജോലികളും അവിടെ നിന്ന് അവസാനിപ്പിച്ചേക്ക്. അയാൾ പരമദുഷ്ടനാണെന്ന് പറയുകയാണ്. അമ്മ, ഞാൻ നവ്യയോട് പറഞ്ഞാലൊന്നും നവ്യ കേൾക്കില്ല. പിന്നെ അതുമാത്രമല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി അവിടെ നിന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് 1 വർഷത്തേക്ക്. അല്ലെങ്കിൽ പാരദോഷികം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. നമ്മളുടെ കയ്യിൽ അത്രയൊന്നും ഇല്ലല്ലോ കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി ക്ഷമിക്കാമേ എന്ന് പറയാണ്. ശരി, നവ്യയോട് ഞാൻ തന്നെ പറയാം, ഞാൻ തന്നെ സംസാരിക്കാം. പക്ഷേ അയാളുടെ പിന്നാലെ നീ പോയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും നീ അറിയും. അങ്ങനെ ഈ ജലജ നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നവ്യേ, അതെ, നീ നിന്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? പിന്നെ ഞാനൊരു മോഡലല്ലേ അമ്മേ, എനിക്കെൻ്റെ സൗന്ദര്യം നോക്കണ്ടേ? സൗന്ദര്യം നോക്കിയാലല്ലേ വീണ്ടും മോഡലായിട്ട് അഭിനയിക്കാനായിട്ട് പറ്റുള്ളൂ. എങ്കിലേ ജ്വല്ലറിയിൽ ഇനി മോഡലായിട്ട് നീ അഭിനയിക്കേണ്ട. നീ അവിടുത്തെ ആ മോഡൽ ഇത് അങ്ങോട്ട് നിർത്തിയര്. ഇതെന്ത് വർത്തമാനാ പറയുന്നത്? ഞാനെന്തിനാ അവിടെ നിർത്തുന്നത്? അതെ, അയാളില്ലേ നാഗേന്ദ്രൻ, അയാളുടെ കമ്പനിയിൽ ഇനി പോകണ്ടെന്നേ. ഈ നാഗേന്ദ്രൻ കോകേന്ദ്രൻ എന്ന് എനിക്കറിയില്ല. എന്നെ അവിടെ വിളിച്ചു വരുത്തിയത് ഡേവിഡ് സാറാണ്.
ഡേവിഡ് സാറിൻ്റെ മുന്നിലാണ് ഞാൻ പോയതും അയാളോടാണ് സംസാരിക്കുകയും ചെയ്തത്. എങ്കിലേ ഡേവിഡ് അയാളുടെ ഒരു ഇതിൽ മാത്രമാണ്. പക്ഷെ ഇതിനെല്ലാത്തിനും പിന്നിൽ ആ നാഗേന്ദ്രനാണ്, ഹബിയുടെയും അവന്തികയുടെ അച്ഛൻ. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് നീ ഇനി അവിടെ പോകണ്ട. പോകും, എനിക്ക് പോകണം. കാരണം പിന്നെ എനിക്ക് വരുമാനം വേണ്ടേ? എനിക്ക് ഏതായാലും നല്ല ശമ്പളവും തരുന്നുണ്ട്. എനിക്ക് അവിടെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോകുക തന്നെ ചെയ്യും. ഓഹോ, അപ്പം എന്നെയും ധിക്കരിച്ചുകൊണ്ട് നീ പോകും. എനിക്ക് എൻ്റെ ജീവിതമാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ശത്രുക്കളെ എനിക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അത് മാത്രമല്ല, അവിടെ 1 വർഷത്തെ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുകയാണ്. ആ എഗ്രിമെൻറ്റ് അവസാനിക്കുന്നവരെ എനിക്ക് അവിടെ ജോലി ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം. അവനെ ദുഷ്ടനാണ്. അവൻ നിന്നെ വലയിലാക്കും. മൂർത്തീസ് കമ്പനിയിൽ നീ മോഡലായിട്ട് പോയാൽ മതി. എനിക്കതിനൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ നീ അനുഭവിക്കും നവ്യെ, നീ അനുഭവിക്കും, ഉറപ്പായിട്ട് നീ അനുഭവിക്കും. അവൻ്റെ അടുത്ത് നീ ജോലിക്ക് പോയിക്കണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, അവിടെ ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകും. നീ അനുഭവിക്കടേ. നിനക്ക് ഇതല്ല, ഇതിനപ്പുറം നിനക്ക് ഇനി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ അയാളുടെ കയ്യിൽ നിന്നും. നീ അത് മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ജലജ പോകും. അപ്പം ജലജ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് നവ്യ മനസ്സിലാക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.